അടിസ്ഥാനപരമായൊരു ഫോക്ലോറിസ്റ്റ് എഴുതിയ പുസ്തകത്തെ ഫോക്ലോർ കാഴ്ചപ്പാടിൽ നോക്കിക്കാണുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പല കാഴ്ചപ്പാടിൽ ഈ പുസ്തകത്തെ നോക്കിക്കണ്ട ആളുകളെ പോലെ അതത് ഫീൽഡിൽ ഒരു മാസ്റ്റർ അല്ല ഞാൻ. ഫോക്ലോറിൻ്റെ കാര്യത്തിൽ കേവലം ഒരു പഠിതാവ് മാത്രമാണ്. 90കളുടെ അവസാനം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ 40 രൂപയുടെ ഒരു പ്രത്യേക സൈസിലുള്ള ഫോക്ലോർ എന്ന് പറയുന്ന രാഘവൻ വയനാടിൻ്റെ പുസ്തകം വായിച്ചിട്ട് അറിഞ്ഞൊരു ഫോക്ലോർ. ആ സമയത്ത് ഞാൻ ഗണിതശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു മടപ്പള്ളി കോളേജിൽ. പിന്നീട് എൻ പ്രഭാകരൻ്റെ കഥകൾ വായിച്ചപ്പോൾ അതിലുള്ള ഒരു ഫോക്ലോറിൻ്റെ ഒരു വല്ലാത്ത ഒരു പക്ഷേ നിർവചിച്ചറിയാൻ പറ്റാത്തൊരു ലോകത്തെ കണ്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഫോക്ലോറിൻ്റെ മേഖലയിൽ കൂടുതൽ പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി എംഎ മലയാളം എടുക്കുകയും പിന്നീട് ഗവേഷണമൊക്കെ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഫോക്ലോറിനെ ഈ ഫോക്ലോർ എന്ന് പറയുന്ന പുസ്തകം രാഘവൻ മാഷുടെ ഒരു സമീപന രീതി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹം ഒരു സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഒരു ഘടനാവാദി എന്ന് നമുക്ക് വിളിക്കാം. ഫോക്ലോർ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു നമ്മൾ വായിക്കുമ്പോൾ ആ ഘടനാപരമായിട്ടുള്ളൊരു വിശകലനത്തിൻ്റെ തലങ്ങളാണ്. പുരാവൃത്തം, നാടോടി കഥകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആ തരത്തിലൊരു സൂക്ഷ്മതലത്തിലുള്ളൊരു ഒരു ഒരു വിശകലന രീതിയാണ് ആ പുസ്തകത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. പൊതുവെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പുറത്തു വരുന്ന ഫോക്ലോർ പ്രബന്ധങ്ങളുടെ മേലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ അത് വളരെ ലളിതവൽക്കരിച്ച് ജീവിതത്തെയും സംസ്കാരത്തെയും എഴുതി വെക്കുക, പല തരത്തിലുള്ള ഗോത്ര വിഭാഗങ്ങളുടെ ഒക്കെ കഥമട്ടിൽ എഴുതി വെക്കുക എന്നുള്ള രീതിയിലുള്ളൊരു വിമർശനങ്ങൾ പൊതുവെ ഫോക്ലോറിനെ അതിൻ്റെ ഒരു വില കുറച്ച് കാണുന്നൊരു കാഴ്ചപ്പാടിൽ പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ മാഷിൻ്റെ അത് ഫോക്ലോറിനൊരു പഠന പദ്ധതി എന്ന് പറയുന്ന ടെക്സ്റ്റ് ആയാലും ഏത് തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ വിഷയത്തെ ഫോക്ലോറിസ്റ്റിക്സ് എന്ന രീതിയിൽ ഒരു ശാസ്ത്രീയമായ ഒന്നായിട്ട് ഉറപ്പിച്ചു നിർത്താനുള്ളൊരു ഫലം നമുക്ക് തരും. അതെന്നും അങ്ങനെയായിരുന്നു. ഒരുപക്ഷെ മാഷെ ഏറ്റവും സ്വാധീനിച്ച ക്ലോഡ് ലെവിസ്ട്രോസിൻ്റെ ഒരു സ്വാധീനമായിരിക്കാം മാഷെ ആ തരത്തിൽ. അങ്ങനെ നമുക്ക് ഫോക്ലോർ എന്ന് പറയുന്ന വിഷയം പഠിക്കുന്ന ആളുകൾക്ക് ആ വിഷയത്തെ കേവലം കഥകളുടെയും പാട്ടുകളുടെയും ശേഖരണമോ അല്ലെങ്കിൽ ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും എഴുതി വെക്കുന്നതിനപ്പുറത്ത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ വിശകലനം ചെയ്ത് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പുരാവൃത്തങ്ങളാണ് ലെവിസ്ട്രോസിന്റെ പഠന വസ്തുവായിട്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹം പഠിച്ചിട്ടുള്ളത് പുരാവൃത്തങ്ങളെയാണെന്ന് തോന്നുന്നു. പുരാവൃത്തങ്ങളെ നമ്മളെ ക്ലാസ് റൂമിൽ പലപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഫോക്ലോറിന്റെ സിദ്ധാന്തങ്ങളെ ഓരോന്നും ഇങ്ങനെ പഠിപ്പിച്ചു വരുമ്പോൾ നമ്മുടെ മാക്സ് മുള്ളറുടെ പുരാവൃത്തം എന്ന് പറഞ്ഞാൽ ഭാഷയുടെ രോഗം എന്ന നിലയിൽ ഒരു കാലത്ത് ഈ പ്രപഞ്ചത്തിലെ പ്രാപഞ്ചിക ശക്തികളെ അന്നത്തെ ബാർബാറിക് പീരീഡിലുള്ള മനുഷ്യർ നോക്കിക്കണ്ട അവരുടെ ഭാവനയുടേതായിട്ടുള്ള ഒരു തലവും പിന്നീട് അവർ പലതായിട്ട് ചിതറിയപ്പോൾ അവരുടെ ഭാഷ പലതായിട്ട് കലങ്ങിപ്പോവുകയും അപ്പോൾ അതിനർത്ഥം നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഒരു അപഭ്രംശം, ഭാഷയുടെ അപഭ്രംശമാണ് ഫോക്ലോർ പുരാവൃത്തം എന്നുള്ള ഒരു വിശദീകരണം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പലപ്പോഴും അവർക്ക് അത് അങ്ങനെ
പറയുന്ന എല്ലാ ഫോക്ലോറും ഇങ്ങനെ ആയി മാറുമോ, അല്ല അങ്ങനെ അതെവിടെയാണ് അതിൻ്റെ യുക്തി എന്നൊക്കെ പലപ്പോഴും കുട്ടികളുടെ കണ്ണുകളിൽ അല്ലെങ്കിൽ അവരുടെ സംശയങ്ങളായിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഘടനാവാദത്തിലെത്തി പ്രോപ്പിന്റെ ഈ റഷ്യൻ നാടോടി കഥകളുടെ വിശകലനത്തെ കുറിച്ച് പറഞ്ഞ് പിന്നീട് ലെവിസ്ട്രോസിലേക്ക് എത്തുമ്പോൾ അവിടെ ഉള്ള ഒരു വിശകലന രീതി നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നേരത്തെ ഈ പലരും സൂചിപ്പിച്ചതുപോലെ അധോതലത്തിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു അതിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ഘടകങ്ങൾ, അത് ഇതിനെ വലിയ രീതിയിൽ ഈ പഠനത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ലെവിസ്ട്രോസ് നേരത്തെ ഇപ്പോൾ ഒടുവിലായിട്ട് പറയുന്ന കൊണ്ട് തന്നെ നേരത്തെ പല ആളുകളും പറഞ്ഞ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ആവർത്തനമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ തലത്തിൽ വൈരുദ്ധ്യ തലത്തിലുള്ള ദ്വന്ദ്വവൈരുദ്ധ്യത്തിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഈ അധോതല ഘടനാ വിശകലനം വഴി ലെവിസ്ട്രോസ് ഫോക്ലോർ എന്ന നിലയിൽ ചെയ്തിട്ടുള്ള ഒരു വലിയ സംഭാവന എന്ന് പറയുന്നത് ഈ തെക്കേ അമേരിക്കയിലെ ഗോത്ര മനുഷ്യരെ അടിസ്ഥാനമാക്കിയിട്ട് അദ്ദേഹം പഠിച്ച ഈ മിത്തുകളുടെ വിശകലനത്തിലൂടെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സിൻ്റെ സ്ട്രക്ചർ അതിനെ അദ്ദേഹം കൃത്യമായിട്ടും ഡിഫൈൻ ചെയ്തു എന്നുള്ളതാണ്. മനുഷ്യ മനസ്സിൻ്റെ ഘടനയെ കണ്ടെത്തി എന്നുള്ളതാണ്. അങ്ങനെ ഗോത്ര ജനതയുടെ ഈ പുരാവൃത്തങ്ങളുടെ വിശകലനത്തിലൂടെ ഈ മനുഷ്യ മനസ്സിന്റെ ആദിമ ജനതയുടെ ഘടനയെ കണ്ടെത്തുന്നു മാത്രമല്ല, അത് സാർവലൗകികമായിട്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും, അത് യൂറോപ്യനായാലും അമേരിക്കക്കാരനായാലും ആഫ്രിക്കക്കാരനായാലും ഏഷ്യക്കാരനായാലും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഏകകം വരികയും അവരുടെ മസ്തിഷ്ക ഘടന എന്ന് പറയുന്നത് സമാനമാണ് എന്നുള്ളൊരു വലിയ ദർശനം ആവിഷ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് യൂറോസെൻട്രിക് ആയ അല്ലെങ്കിൽ ആധുനികതയുടെ ലോകബോധത്തെ തച്ചുടക്കുന്ന ഒന്നായിട്ടുള്ളതാണ്. അത് പുതിയ കാലത്ത് ഒരുപക്ഷെ ഇത്തരം പഠനങ്ങളെ ലെവിസ്ട്രോസിനെ പുതിയ കാലത്ത് വായിക്കുന്നത് എന്തിന്, ലെവിസ്ട്രോസിനെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന യൂറോ കേന്ദ്രീകൃതമായ ആധുനികമായ ലോകബോധത്തെ, അതിൻ്റെ വികസന സങ്കല്പങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യുകയും മറിച്ച് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗോത്രവർഗ മനുഷ്യരുടെ സങ്കല്പങ്ങൾക്ക്, ഏറ്റവും ആധുനികമായ മനുഷ്യന്റെ ആധുനികതയുടെ കാലത്ത് രൂപപ്പെട്ടു വന്ന സങ്കല്പങ്ങൾക്ക് തുല്യമായിട്ട് അവയെ സ്ഥാപിക്കാനും സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ തന്നെ ലെവിസ്ട്രോസ് ഈ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയുള്ള, അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, ആധുനിക മനുഷ്യൻ ഈ ഗണിതം അതുപോലെ തന്നെ ഫിസിക്സും ഭൗതിക ശാസ്ത്രം മുതലായിട്ടുള്ള ജ്ഞാന പദ്ധതികളെ അമൂർത്തമായ സിദ്ധാന്തങ്ങളിലൂടെ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഗോത്രജനത, പ്രകൃതിയിലെ സസ്യങ്ങൾ, ജന്തുജാലങ്ങൾ, കാലാവസ്ഥ, അപ്പൊ ഇങ്ങനെയുള്ള മൂർത്ത വസ്തുക്കളിലൂടെ ലോകത്തെ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു സങ്കല്പം ലെവിസ്ട്രോസ് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയിലെ ഓരോ ചെറിയ ഘടകത്തെയും മൂർത്തമായിട്ട് മനസ്സിലാക്കുന്ന ഗോത്രജനതയെ തിരിച്ചറിയുക എന്നുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളോട് ലെവിസ്ട്രോസ് വെക്കുന്നത്, അത് പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാണ്. അപ്പൊ അങ്ങനെയുള്ള ലെവിസ്ട്രോസിന്റെ ദർശനങ്ങളെ അദ്ദേഹത്തിന്റെ മിത്തുകളുടെ വിശകലനത്തിന് ഉപയോഗിച്ചിട്ടുള്ളൊരു മെത്തഡോളജി
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാരഡിഗ്മാറ്റിക് സ്ട്രക്ചറൽ അനാലിസിസ് വഴി രാഘവൻ മാഷ് ഇവിടെ അദ്ദേഹത്തിന് ഒരുപാട് മിത്തുകൾ വേണമെങ്കിൽ വിശകലനം ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മുടെ എനിക്ക് തോന്നുന്നുള്ള ഇനി ഈ പഠനത്തിന്റെ തുടർച്ചകൾ എന്ന് പറയുന്ന ഓരോ പുസ്തകവും അല്ലെങ്കിൽ ഓരോ പഠനവും നമ്മളെ പുതിയ ആശയങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്പാർക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും. പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ ഒരു പുരാവൃത്തത്തെ ഈ രീതിയിൽ ആരെങ്കിലും മലയാളത്തിൽ വിശകലനം ചെയ്തോ എന്ന് എനിക്കറിയില്ല. PhD തീസിസുകൾ ഉണ്ടായിട്ടുണ്ട്. PhD തീസിസുകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് കഥ എഴുതുകയും അത് മറ്റൊരു മട്ടിൽ വിശകലനം ചെയ്യുന്നതാണ്. പക്ഷേ ഇതുപോലെ ഒരു ശാസ്ത്രീയ യുക്തിയോട് കൂടി നിന്ന് പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ ആ മിത്തിനെ ഒരുപക്ഷെ പിന്നെ കേരളത്തിലെ മലയാളികളുടെ ഒരു ജാതി എന്ന് പറയുന്ന ആ ഒരു വൈരുദ്ധ്യത്തിൽ നിന്നുകൊണ്ട് ഈ ഓരോ മിത്തിനെയും നമുക്ക് ഈ പന്തിരുകുലത്തിന്റെ ഓരോ കഥയെയും നമുക്ക് വിശകലനം ചെയ്തെടുത്താൽ അതൊരു വലിയ ഒരു സംഗതിയായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ മാഷ് പിന്നെ ഫോക്ലോർ ഈ പുരാവൃത്തങ്ങളിലേക്ക് കടക്കാതെ നേരെ കവിതയിലേക്കാണ് പ്രവേശിക്കുന്നത്. അത് മലയാളത്തിലെ ഇടശ്ശേരിയാണ്. അതൊക്കെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫോക്ലോറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലെവിസ്ട്രോസ് അദ്ദേഹത്തിന്റെ നരവംശാസ്ത്ര പഠനത്തിൽ അവതരിപ്പിച്ച ഒരു സങ്കല്പം മാത്രം ഞാൻ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് എന്തായാലും അത്രയേ സമയമുള്ളൂ. അത് പിന്നെ മാഷ് അത് അവതരിപ്പിക്കുന്നുണ്ട്. ഇടശ്ശേരി എൻ്റെ പണിപ്പുര എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ കവിതകൾ എഴുതുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ദീർഘമായ ലേഖനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദ സവേജ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മുടെ ലെവിസ്ട്രോസ് അവതരിപ്പിക്കുന്ന ഒരു ഫ്രഞ്ച് വേർഡാണ്, ഒരു കീവേഡായിട്ട് ഒരു ഫ്രഞ്ച് വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ബ്രീക്കൊളാഷ് എന്ന് ഏകദേശം ഫ്രഞ്ച് ഭാഷയിൽ ബ്രീക്കൊളാഷ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. 62 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ് ആ വാക്ക് വരുന്നത്. അപ്പോൾ ബ്രീക്കൊളാഷ്, അങ്ങനെ ബ്രീക്കൊളാഷ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും പെട്ടെന്ന് ലഭിക്കുന്ന അസംസ്കൃതമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ വസ്തു ഉണ്ടാക്കുന്ന ആ സംഗതിയാണ് ബ്രീക്കൊളാഷ് എന്ന് പറയുന്നത്. ഒരു ഫ്രഞ്ച് വാക്കാണ്. അപ്പൊ കയ്യിലുള്ള കിട്ടിയ സാധനങ്ങൾ എടുത്തിട്ട് ഒരു സാധനം ഉണ്ടാക്കുക. അപ്പോൾ മിത്തുകൾ നമ്മുടെ ബാർബറിക് പീരീഡിലുള്ള ജനത ഈ മിത്തുകൾ ഉണ്ടാക്കുന്ന അവരുടെ മുന്നിൽ കിട്ടുന്ന ഈ പറയുന്ന അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ ആശയങ്ങൾ, അങ്ങനെ കഥകൾ, ഇതൊക്കെ ചേർത്തിട്ടാണ് അവർ മിത്തുകൾ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ആളെ ബ്രീക്കോളർ എന്ന് അദ്ദേഹം വിളിക്കുന്നുണ്ട്. ഇടശ്ശേരി ഒരു ബ്രീക്കോളർ ആയിരുന്നു. അദ്ദേഹത്തിന് മുമ്പിലുള്ള അസംസ്കൃത വസ്തുക്കൾ, ഞാൻ പറഞ്ഞു എൻ്റെ പണിപ്പുര എന്നാണ് അദ്ദേഹത്തിന്റെ ആ ലേഖനത്തിന്റെ പേര്. അതിൽ പറയുന്നുണ്ട് അയിർമണ്ണ് എന്നുള്ളൊരു പ്രയോഗമൊക്കെ ഉണ്ട് തൻ്റെ മുന്നിൽ വരുന്ന. അപ്പോൾ അങ്ങനെ പിന്നെ ഇടശ്ശേരി ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതാണ് നേരത്തെ പല മട്ടിൽ പലരും പറഞ്ഞിട്ടുള്ളൊരു വിഷയം. അത് 1940കളിലും 50കളിലും കേരളം ചരിത്രപരമായ വലിയ തരത്തിലുള്ള പരിവർത്തനങ്ങളെ മുന്നിൽ കണ്ട ഒരു സന്ദർഭത്തിൽ ജീവിച്ച ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം അത് അന്നത്തെ സാമൂഹ്യ സംഘർഷങ്ങളിലുള്ള പല ഘടകങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭൂമി മേലുള്ള അവകാശവുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവിടെ രൂപപ്പെട്ടിരുന്ന മറ്റുള്ള ജന്മി കുടിയാൻ സംഘർഷങ്ങളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കവി മനസ്സിൽ പല മട്ടിൽ ഊറിക്കൂടിയ ഈ മാതൃത്വം പോലുള്ള പലതരത്തിലുള്ള സംഗതികൾ ചേർന്നിട്ട്, ഈ അസംസ്കൃത വസ്തുക്കൾ ചേർന്നിട്ട് ആണ് ഈ പൂതപ്പാട്ട് എന്ന് പറയുന്ന കവിത ഉണ്ടാവുന്നത്.
രണ്ട് തരത്തിലുള്ള സംഗതിയുണ്ട്. ഒന്ന് മാതൃത്വം എന്ന് പറയുന്നത് പൂതപ്പാട്ട് എന്ന് പറയുന്ന കവിതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ നേരത്തെ ദിനേശൻ മാഷ് വേറൊരു രീതിയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ജന്മിത്വത്തിന്റെ ഭാഗത്തായിരുന്നു ആത്യന്തികമായിട്ട് ഇടശ്ശേരി എന്ന് പറയുന്നൊരു സംഗതിയാണ്. സത്യത്തിൽ നങ്ങേലി മകനെയും തേടി ഇറങ്ങുകയാണ്, അമ്മയാണ്. അച്ഛൻ്റെ അസാന്നിധ്യം ആ കവിതയിൽ മുഴുവനും നമുക്ക് കാണാം. അത് മറ്റാരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, അച്ഛൻ ഇല്ല, ദേർ കംസ് പപ്പ എന്ന് പറഞ്ഞ പോലെ അച്ഛൻ അവിടെ ഇല്ല. നങ്ങേലി മകനെ കാണാഞ്ഞിട്ട് രാവിലെ സ്കൂളിൽ പോയ മകനെ തേടി നങ്ങേലി ഒറ്റക്കാണ് ഇറങ്ങുന്നത്, അച്ഛനില്ല. അപ്പം പഴയ മാതൃദായ ക്രമത്തിലുള്ള അല്ലെങ്കിൽ മാട്രിലീനിയർ സിസ്റ്റത്തിലുള്ള ഒരു അമ്മയാണ് ഈ പൂതപ്പാട്ടിലെ നങ്ങേലി. ഈ അമ്മ അച്ഛൻ്റെ സഹായമില്ല, അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട മകനെയും തേടി ഇറങ്ങുകയാണ്. അപ്പൊ ആ അമ്മയും ഈ പറയുന്ന പൂതവും ഈ പുതിയ ഈ പ്രകൃതിയെ പ്രതിനിധീകരിക്കുന്ന കാടത്തത്തിന്റെ പ്രതീകമായിട്ടുള്ള പൂതവും തമ്മിലുള്ള ഒരു സംഘർഷം അവിടെ നടക്കുകയാണ്. ഇത് ഉപരിഘടനയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ മാതൃത്വത്തിന്റെ വിജയമായിട്ട് തീർച്ചയായിട്ടും ഇടശ്ശേരി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്യൂഡൽ അൺകോൺഷ്യസ്, ഞാൻ ഫ്രെഡറിക് ജെയിംസന്റെ ഈ ഒരു ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഫ്രെഡറിക് ജെയിംസന്റെ പൊളിറ്റിക്കൽ അൺകോൺഷ്യസ് എന്ന് പറയുന്ന സങ്കല്പം ഉപയോഗിച്ചിട്ട് ഇടശ്ശേരിയെ നമുക്ക് പഠിക്കാം, വൈലോപ്പിള്ളിയെ പഠിക്കാം. അപ്പോൾ അവിടെയും വരുന്നൊരു സംഗതി, ഇവിടെ പിന്നെ ഈ ഫ്യൂഡൽ അൺകോൺഷ്യസിനുള്ളിൽ വഹിക്കുന്ന ഇടശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ജന്മിത്വത്തിന്റെ പക്ഷത്താണ് ഇടശ്ശേരി നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പെറ്റമ്മയുടെ മഹത്വമാണ്, പെറ്റമ്മയുടെ ആ കുഞ്ഞിനോടുള്ള അവകാശവും സ്നേഹവും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് പൂതപ്പാട്ട് ആത്യന്തികമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പെറ്റമ്മയുടെ പക്ഷത്ത് നിൽക്കുന്ന, ജന്മിത്വത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഇടശ്ശേരി അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ കാലത്ത് സാമൂഹ്യ സന്ദർഭം ഉണ്ടാക്കുന്ന ഒരു വലിയ സമ്മർദ്ദമുണ്ട്. ഈ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കർഷക സമരങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നു. അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം ഇവിടെ വലിയ രീതിയിൽ ആധിപത്യം നേടുന്നു. അപ്പൊ ആ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു സമ്മർദ്ദവും ഈ ഫ്യൂഡൽ അൺകോൺഷ്യസിനെ ഉള്ളിൽ പേറുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ജന്മിത്വത്തിന്റെ പക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്ന ഈ ഇടശ്ശേരിയുടെ മനസ്സിനകത്ത് നടക്കുന്ന ദ്വന്ദ്വ വൈരുദ്ധ്യങ്ങളുടെ സംഘർഷത്തെ കവിതയിലൂടെ ഒരു മീഡിയേഷൻ നടത്തി ഒടുവിൽ വർഷാവർഷം തൻ്റെ വിളവ് കാണാൻ അല്ലെങ്കിൽ തൻ്റെ ഉണ്ണിയെ കാണാൻ വരുന്ന കുട്ടിയിലേക്ക് ഒരു മീഡിയേഷനായിട്ട് പൂതപ്പാട്ട് എന്ന കവിത മാറുകയാണ്. സമയം വളരെ പരിമിതമാണ്, ആ തരത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഈ വിശകലനത്തിൻ്റെ ഒരു, അല്ലെങ്കിൽ ലെവിസ്ട്രോസിന്റെ വിശകലന രീതിയുടെ പ്രശ്നങ്ങൾ പലരും നേരത്തെ പറഞ്ഞു. അത് വളരെ ടെക്നിക്കലായിട്ട് കാര്യങ്ങളെ മാറ്റുന്നു. ഘടനാപരമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ പലപ്പോഴും അതൊരു എന്താ പറയുക, ഒരു സ്ട്രക്ചറിനകത്തേക്ക് ഉറപ്പിച്ചു നിർത്തി നിശ്ചലമാക്കിയിട്ടാണ് അവിടെ പഠനം നടത്തുന്നത്. ഒന്നിനെ നിശ്ചലമാക്കിയിട്ട് മാത്രം, സ്റ്റാറ്റിക് ആയിട്ട് മാത്രമേ നമുക്ക് ഈ സ്ട്രക്ചറലിസത്തിൽ പഠനം നടത്താൻ പറ്റൂ. അപ്പോൾ പുതിയ കാലത്ത് നമ്മുടെ ഈ ഡെലൂസ് ഗൊത്താരി പോലുള്ളവരൊക്കെ സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആയിട്ടൊരു ഒഴുക്കായിട്ടൊരു യന്ത്രസമാനമായിട്ട് ചലനാത്മകമായിട്ട് രീതിയിലുള്ളൊരു പഠനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എഫക്റ്റ് തിയറികളൊക്കെ വളരെ സജീവമായിട്ട് വരുന്നുണ്ട്. ഒരു കവിത ഉണ്ടാക്കുന്ന ഇമോഷണൽ ആയിട്ടുള്ള എഫക്റ്റ്, അപ്പൊ ഇതിനെയൊക്കെ പലപ്പോഴും ഈ സ്ട്രക്ചറൽ അനാലിസിസ് സൈഡ് എന്താ പറയുക പാർശ്വവൽക്കരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്.
ഏതായാലും സമയം വളരെ അതിക്രമിച്ചു കഴിഞ്ഞു. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.